അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും പടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിരലണക്കുന്നത് മുതൽ അയാൾ ഓടുന്നത്, അയാൾ ചെയ്യുന്ന നന്മകൾ, അയാൾ ചെയ്യുന്ന തിന്മകൾ എല്ലാം അതിൽ പെടും പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും അള്ളാഹു തആലയാണ് പടക്കുന്നത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ തിന്മ ചെയ്തതിൻ്റെ പേരിൽ ആ അടിമയെ, ആ അബദിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുക? അതിൻ്റെ പേരിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ ആ അടിമയെ ശിക്ഷിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനെങ്ങനെയാണ് നമുക്ക് മറുപടി പറയാൻ പറ്റുക? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹുവാണ് നിങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഇതിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ വിശ്വസിച്ചാലേ ഒരാൾ വിശ്വാസിയാവുകയുള്ളൂ. എന്നാൽ ഈ വിശ്വസിക്കലോട് കൂടെ അപ്പോൾ ഒരാൾ ഒരു അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുമ്പോൾ ഉള്ള പ്രവർത്തികളെയും സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയല്ലേ? അപ്പോൾ പിന്നെ അള്ളാഹു അയാളെ ശിക്ഷിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത് ശരിയാണോ എന്നാണ് ചോദിക്കാറുള്ളത്. അതിന് നമുക്ക് അവിടെ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്ന ഇതിൻ്റെ ചലനങ്ങൾ പൂർണ്ണമായും പുറത്തുനിന്ന് വരുന്നതാണ്. ഇതിൽ ഞാനിപ്പോൾ ഒരു വിരൽ അനക്കുന്നതിൽ എനിക്കെന്തില്ല, ഇത് അനക്കുന്നതിൽ ഒരു സൃഷ്ടിപ്പ് എനിക്കില്ല. അതിൻ്റെ ഫുൾ കഴിവ് ആർക്ക് തന്നെയാണ്? അള്ളാഹുവിന് തന്നെയാണ്. പക്ഷേ അവിടെ എനിക്ക് ഇഖ്തിയാർ എന്ന് പറയുന്നത്, അഥവാ ഒരു ഫ്രീ വിൽ എന്ന് പറയുന്ന, ഇത് എനക്കണോ എനക്കണ്ടേ എന്ന ആ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞത് പ്രകാരം ഇഖ്തിയാർ എന്ന് പറയുന്ന ഒരു കാര്യം അടിമക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഫ്രീ വില്ല് എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഫ്രീ വില്ല് നമുക്കുണ്ട്, അതേസമയം നമ്മളല്ല നമ്മുടെ പ്രവർത്തനത്തെ പടക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക്? അതെ, അഥവാ ഇവിടെ ഫ്രീ വിൽ എന്ന് പറയുന്ന സാധനം, ഇഖ്തിയാർ എന്ന് പറയുന്ന സാധനത്തെ മനസ്സിലാക്കുന്നിടത്ത് വന്നിട്ടുള്ള അബദ്ധമാണ് പലപ്പോഴും ആളുകൾ ഈ വിഷയത്തിൽ നിന്ന് അകന്നു പോകാറുള്ളത്. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ അറബിയിൽ പറയുന്ന ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ മേശയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ മേശ അങ്ങോട്ട് നീക്കണമെങ്കിൽ ഇങ്ങോട്ട് നീക്കണമെങ്കിലൊന്നും ഈ മേശയ്ക്ക് സ്വന്തമായി അതിനെന്തില്ല, യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല, അതിനൊരു ഫ്രീ വില്ലും ഇല്ല. അതിനെന്ത് ചെയ്യേണ്ടവർ? ഒരാൾ അങ്ങോട്ട് നീക്കണം, ഇങ്ങോട്ട് നീക്കി അങ്ങോട്ട് നീങ്ങും, അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീങ്ങും. ഈ മേശയെ പോലെയാണ് ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ, നമ്മൾ മനുഷ്യർ, ജീവികളെന്ന് ആരും ഇവിടെ പറയുന്നില്ല. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇല്ലല്ലോ. നമ്മൾ മേശയെ പോലെയാണോ? അല്ല. അപ്പോൾ ഈ മേശയും നമ്മളും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഒന്ന്. പിന്നെ ഒന്ന്, നമ്മുടെ മനുഷ്യന്മാരിൽ തന്നെ ചില ആളുകളുടെ കൈയിൻ്റെ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് അതിങ്ങനെ തനിയെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ? അപ്പോൾ തനിയെ വിറച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ ആ കൈയിൻ്റെ ചലനവും ഞാനിപ്പോൾ ഇങ്ങനെ വിറപ്പിച്ചു, ഈ ചലനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടാമത്തെ ചലനം നമ്മൾ ഉദ്ദേശപൂർവ്വം ചെയ്തതാണ്, മറ്റതെന്തല്ല, നമ്മൾ ഉദ്ദേശപൂർവ്വം ചെയ്തതല്ല. അപ്പം ഈ മേശയുടെ ചലനവും നമ്മുടെ ചലനവും, ഈ കൈ വിറയുള്ള ആളുടെ ചലനവും ഞാനിപ്പോൾ വിറപ്പിച്ച ഈ ചലനവും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ ചലനങ്ങൾ മുഴുവൻ ആത്യന്തികം ആര് സൃഷ്ടിച്ചതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. രണ്ടും അള്ളാഹ് തന്നെ സൃഷ്ടിക്കുന്നത്. പിന്നെ കൈ ഇങ്ങനെ വിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സുഖമുള്ള ആളുടെ ചലനത്തിനും നമ്മുടെ ചലനത്തിനുള്ള ഒരു വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ നമ്മൾ പറയും എന്ത്? അയാൾക്ക് അതിലെന്തില്ല, സ്വാതന്ത്ര്യമില്ല, ഫ്രീ വിൽ ഇല്ല. നമുക്കെന്തുണ്ട്? അതിൽ ഫ്രീ വിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഗതിക്കാണ് എന്ത് പറയുക? ഫ്രീ വിൽ എന്ന് പറയുക. ഇത് അടിസ്ഥാനപരമായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇനി നമ്മൾ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഈ ഇഖ്തിയാറിൻ്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന ചില ചെറിയ പ്രയാസങ്ങൾ കൂടെ നീങ്ങുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സർ, ഈ പറഞ്ഞത് പ്രകാരം നമുക്ക് ഫ്രീ വില്ലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അല്ലാത്ത പ്രവർത്തനങ്ങളുണ്ട്, മനസ്സിലായി. അപ്പോൾ ഫ്രീ വില്ലായിട്ട് ഈ ഒരു പ്രവർത്തനങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എങ്ങനെ വ്യക്തമായെന്ന് പറയാൻ പറ്റും? ഈ വിഷയം നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ് അല്ലേ? ഇപ്പം ഞാനൊരു ഡ്രൈവറാണ്, നിങ്ങളൊരു ഡ്രൈവറാണ്. ഈ ഒരു ഡ്രൈവറുടെ റോൾ എന്താണ്? ഈ കാറിൻ്റെ പ്രവർത്തനവും ഈ ഡ്രൈവർ ചെയ്യുന്ന പണിയും ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷയം ഏറെക്കുറെ ഒരാൾക്ക് എളുപ്പം ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പറയാണ്, നമ്മൾ കാറ് എന്ന് പറയുന്നത്, കാറ് ഉദാഹരണമാണ്, ഏതൊരു വാഹനം ആയിക്കോട്ടെ, ആ കാറിൻ്റെ ഫുൾ ചലനവും
ഈ ഡ്രൈവറുടെ ഉള്ളിലുള്ള പവറല്ല. അഥവാ കാറ് ചാവിയിട്ട് തിരിക്കുമ്പോൾ അത് ഓണാകുന്നു. അത് ഓണാകുന്നത് അത് മുഴുവൻ അതിൻ്റെ കമ്പനി ആ ഒരു സിസ്റ്റം അതിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഇനി അദ്ദേഹം ഗിയർ ചേഞ്ച് ചെയ്ത് അദ്ദേഹം വാഹനം ആക്സിലേറ്റർ ചവിട്ടി മുന്നോട്ട് അദ്ദേഹം അതിനു വേണ്ടി കാലമർത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വാഹനം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വാഹനം മുന്നോട്ട് ഗമിക്കുന്നതിൻ്റെ ഫുൾ പവറും ഇതിൻ്റെ കമ്പനി അതിലങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു കാർ ഓടിക്കുന്ന ആളെ സംബന്ധിച്ച് അയാളെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം, അയാൾ ഓടിക്കുന്ന ആ കാറിന് അയാൾക്ക് ഇവിടെ യാതൊരു റോളും ഇല്ല. കാരണം ആ കാറിൻ്റെ ഓരോ ചലനവും ഔട്ട്സൈഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മനസ്സിലായോ? കാരണം ഇയാൾ ഡ്രൈവർ ആയതുകൊണ്ടാണ് ആ കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻജിൻ ഇല്ലാത്ത അല്ലെങ്കിൽ ടയർ ഇല്ലാത്ത ഒരു കാറിൽ കയറിയിട്ട് അയാളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ പവർ കൊണ്ട് ഇത് ഓടിക്കണമായിരുന്നു. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യണം, ഓയിൽ എൻജിൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു കാറ് മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ആ കാറിൻ്റെ കമ്പനി അതിൽ കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ അത് പോകുള്ളൂ. സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കുന്നവൻ ഇയാളാണ്. പക്ഷെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ടയർ ഇങ്ങോട്ട് തിരിയണമെന്നത് ആര് സംവിധാനിച്ചിട്ടുള്ളതാണ്? കമ്പനി സംവിധാനിച്ചിട്ടുള്ളതാണ്. അയാൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് മുന്നിലൊരാൾ പെട്ടെന്ന് ചാടിയാൽ ബ്രേക്ക് ചവിട്ടുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ഇയാളാണ്. പക്ഷെ അങ്ങനെ ചവിട്ടുമ്പോൾ ആ കാർ അവിടെ നിൽക്കണം. ആ പവർ സെറ്റ് ചെയ്തത് ആരാണ്? കമ്പനിയാണ്. അഥവാ ഈ കാറിൻ്റെ സഞ്ചാരവും അതിൻ്റെ നിർത്തലും അത് സ്റ്റോപ്പ് ആകുന്നതും ഇങ്ങനെ തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളും കമ്പനി സെറ്റ് ചെയ്തതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാനിങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ഒരാൾ ചാടി, അല്ലെങ്കിൽ മുന്നിലൊരു വേറെ വാഹനം വരികയോ എന്തോ ഉണ്ടായി. ഞാൻ എന്ത് ചെയ്തു? ബ്രേക്ക് ചവിട്ടാതെ ആക്സിലേറ്റർ ഇങ്ങനെ കൊണ്ടുപോയി സ്റ്റിയറിങ് ഇങ്ങനെ തിരിച്ച് അയാളുടെ ദേഹത്തേക്ക് കയറ്റി. അല്ലെങ്കിൽ ഒരു അക്രമപരമായ ഒരു പ്രവൃത്തി എന്നിൽ നിന്ന് ഈ കാറ് കൊണ്ട് ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ കാർ ഇടിച്ചതിന് ശേഷം ആളുകളൊക്കെ എന്നെ വഴി പറയും അല്ലേ? സ്വാഭാവികമായിട്ടും ആളുകൾ പറയും, ഇയാൾ എന്ത് ഡ്രൈവറാണ്, ബ്രേക്ക് പിടിക്കണ്ടേ, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇങ്ങനെ വെട്ടിക്കണ്ട, അല്ലെങ്കിൽ എന്തിനാണ് അയാൾ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിച്ചത്? അയാൾക്ക് സ്റ്റിയറിംഗ് നേരത്തെ പോയ പോലെ നേരെ പോയ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു, അയാൾ ഇങ്ങോട്ട് വെട്ടിച്ചുകൊണ്ടാണ് എന്തുണ്ടായത്, ഈ അപകടം ഉണ്ടായത്. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്നെങ്ങനെ കുറ്റം പറയും. ഞാൻ കാറിൽ നിന്ന് മാന്യനായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ മാറി നിന്ന് കൈകെട്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഇതിൻ്റെ ഉത്തരവാദി ഞാനല്ല. കാരണം എൻ്റെ ഒരു പവറും ഇതിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇതിൽ ഈ കാറ് ചലിച്ചതടക്കം ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇത് വർക്ക് ചെയ്തത് അത് ആരാണ്? കമ്പനിയാണ്. നിങ്ങൾ കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കൂ, കമ്പനീനെ നിങ്ങൾ ശിക്ഷിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ എന്തായിരിക്കും അയാളോട് താങ്കൾക്ക് പറയാനുള്ള ഒരു മറുപടി? അയാളുടെ എന്ത് പ്രവർത്തനമാണ് അവിടെ നടന്നത്? കാരണം കാറാണ് ഇടിച്ചത്, ഇയാളല്ല ഇടിച്ചത്, കാറാണ് ഇടിച്ചത്. ഫുൾ പവറും വന്നിട്ടുള്ളത് കാറിൽ നിന്നാണ്. അപ്പോൾ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായീകരിക്കാൻ ഒരു വകുപ്പുണ്ടോ? ആ പവർ ഉപയോഗിച്ചത് അയാളല്ലെങ്കിലും, അല്ലെങ്കിൽ ആ പവർ അയാളുടേതല്ലെങ്കിലും അത് എങ്ങനെ ഉപയോഗിക്കണം തീരുമാനിച്ചത് അയാളാണ്. അവിടെയാണ് നമ്മുടെ പോയിന്റ്. അഥവാ പവർ മുഴുവൻ ഔട്ട്സൈഡിൽ നിന്ന് വന്നതാണെങ്കിലും അത് ഇങ്ങോട്ട് തിരിക്കണോ എന്ന ഒരു തീരുമാനം, ആ ഒരു കാര്യം തീരുമാനിച്ചത് അങ്ങനെ ഒരു ഫ്രീ വിൽ ഈ ഡ്രൈവർ എന്ന് പറയുന്ന ആൾ ഏറ്റെടുത്തേ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്കൊന്ന് വന്ന് കണക്ട് ചെയ്ത് നോക്കാം. എങ്ങനെ? ഈ ബോഡി, ഈ ശരീരം ഇതൊരു വാഹനമായി കാണാം. ഇതിൻ്റെ ഫുൾ പവറും എവിടുന്ന് വരുന്നതാണ്? പുറത്തുനിന്ന് വരുന്നതാണ്. ഒന്നും എൻ്റെതല്ല. അപ്പം ഞാൻ വിരൽ ചലിപ്പിക്കുമ്പോൾ ഈ ചലനവും മിനല്ലാഹ്. പക്ഷേ ഈ വാഹനം എങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നേരത്തെ ഇനിയിപ്പോൾ കാറിൻ്റെ കമ്പനിക്കാരവിടെ വന്നു എന്ന് വിചാരിക്കുക. ഇയാൾ പറയുന്നതനുസരിച്ച് ഈ കാർ ഇറക്കിയ ഇതുണ്ടാക്കിയ ആളുകൾ വന്നുകൊണ്ട് അവർ ഇയാളോടൊരു ചോദ്യം ചോദിക്കും. എന്താ ചോദിക്കുക? അവർ പറയും, ഈ ഒരു കാറ് നിങ്ങൾ വലത്തോട്ട് തിരിച്ചപ്പോഴാണല്ലോ ആക്സിഡന്റ് ഉണ്ടായത്. അപ്പൊ അതേ കാലത്ത് തന്നെ ഞങ്ങൾ ഇടത്തോട്ട് തിരിക്കാനും ആ ഒരു കാറ് നിർത്താനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് അയാളെ കൊല്ലാനുള്ള ഒരു മാർഗം മാത്രമാണ്. അപ്പൊ തെറ്റുകാർ നിങ്ങൾ മാത്രമാണ്, അല്ലാതെ നമ്മളെല്ലാം. പെർഫെക്റ്റ്. വിഷയം കഴിഞ്ഞു. ഈ ഒരു കാര്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കൂ. ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ, ഈ സ്റ്റിയറിംഗ് കൊണ്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയും, ഇപ്പുറത്തേക്ക് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയും. രണ്ട് രൂപത്തിലും തിരിക്കാമെന്നതും, അല്ലെങ്കിൽ അപകടം വരുമ്പോൾ ബ്രേക്ക് ചവിട്ടി അതിനെ നിർത്താം, ഈ കാര്യങ്ങളും ഒക്കെ സംവിധാനിച്ചിട്ടുണ്ട്. ആര്? കമ്പനി സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ പടച്ച റബ്ബ് നമ്മുടെ ശരീരവും ഇതേപോലെ തന്നെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഈ സിസ്റ്റം അതിനെ ഈ തെറ്റിലേക്ക് തിരിക്കുമ്പോൾ അങ്ങോട്ട് തിരിയും,
ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയും. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അഥവാ പടച്ചവനെ നീ എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്, ഞാൻ ഇങ്ങോട്ട് ഈ തെറ്റ് ചെയ്തപ്പോൾ ഈ തെറ്റ് ചെയ്യാനുള്ള പവർ സൃഷ്ടിച്ചത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ കോടതിയിൽ ഈ കമ്പനിയുടെ ഡയറക്ടർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, ഇവിടെയും ഉത്തരം പറയാം. എങ്ങനെ ഉത്തരം പറയാം? മോനെ, നിനക്ക് ആ തെറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് മാറി നടക്കുകയാണെങ്കിലും അള്ളാഹു അതിനുള്ള കഴിവും പടച്ചു തരും. നീ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അള്ളാഹ് അതിന് കഴിവ് സൃഷ്ടിച്ചു തന്നു. കഴിവിനെ ദുരുപയോഗം ചെയ്യാന്നുള്ളതാണ്. അതെ, രണ്ടും അള്ളാഹു സൃഷ്ടിച്ചു തരും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു താല എനിക്ക് എന്ത് ചെയ്യണം, ആ കഴിവ്, എഴുന്നേൽക്കാനുള്ള കഴിവ് സൃഷ്ടിച്ചു തരികയാണ്. മനസ്സിലായോ? ഈ കൈ ഇങ്ങനെ പൊക്കണമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അള്ളാഹു എനിക്ക് അതിനുള്ള കഴിവ് സൃഷ്ടിച്ചു തരികയാണ്. ഇനി പൊക്കണ്ടെന്നാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിനുള്ള കഴിവാണ് അള്ളാഹ് സൃഷ്ടിക്കുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഈ ഇഖ്തിയാർ, ഈ ഫ്രീ വിൽ എന്ന് പറയുന്ന സാധനം, അത് ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും, അപ്പോൾ ഈ ഫ്രീ വില്ല് കൊണ്ട് നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്തു, ദൈവത്തിനെതിരെ തിരിഞ്ഞൂടെ, ദൈവത്തിനെ തോൽപ്പിക്കാൻ പറ്റുന്ന എന്തോ ഒരു പവറാണോ അത്? അല്ല. ഫ്രീ വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പവറേ അല്ല. അതൊരു ഇങ്ങനെ കാണിക്കപ്പെടാൻ പറ്റുന്ന ഇന്ന വസ്തു പോലുമല്ല. അത് വളരെ ദുർബലമായ ഒരു സംഗതിയാണ്. പക്ഷേ അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇനി ഞാനിപ്പോൾ കൈ ഇങ്ങനെ പൊക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു തീരുമാനിച്ചു എൻ്റെ കൈ പൊങ്ങണ്ട. അപ്പോൾ അങ്ങനെയല്ലേ, ചില ആളുകൾ ഇരുന്നോടുന്ന് എണീക്കാൻ വിചാരിച്ചു, പക്ഷെ എന്താവുന്നില്ല, എണീക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു പവറും ഒരു കഴിവും ഇല്ല. പക്ഷേ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡ്രൈവ് ചെയ്യാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാം. എന്നാൽ വല്ല പ്രശ്നമുണ്ടാ? ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഇയാൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇയാൾ പുതിയൊരു വാഹനം എടുത്ത് അതിങ്ങനെ ആക്സിഡൻറ്റ് ചവിട്ടിയപ്പോൾ അതിൻ്റെ ബ്രേക്ക് ആര് ഫിറ്റ് ചെയ്തിട്ടില്ല? കമ്പനി ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ ആരെ പറയാം? കമ്പനീനെ പറയാം. അതിന് ഇയാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല. ഇയാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലൊരു കുഴി ഉണ്ടാകുന്നു. ആ കുഴിയുടെ അടിയിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ജീവിയോ ഉണ്ടാകുന്നു. ഇയാൾ അറിയുന്നില്ല. ഇയാൾ പെട്ടെന്ന് കാലി ചവിട്ടിയതും താഴ്ന്നു പോയി അയാളുടെ ദേഹത്ത് വീണു. അയാൾക്ക് അപകടം പറ്റിയ താഴെയുള്ള ആൾക്ക്. അവിടെ ആർക്കും ഉത്തരവാദിത്തമില്ല? ഈ ഡ്രൈവർക്ക് ഉത്തരവാദിത്തമില്ല. അപ്പോൾ കാര്യം വളരെ സിമ്പിളാണ്. ഇതിന് നമ്മളിങ്ങനെ സങ്കീർണമായി ഇങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അതാണ് പൂർണ്ണമായി ഈ പറഞ്ഞ ഉദാഹരണം ഇങ്ങനെ തന്നെ പടച്ചവൻ സൃഷ്ടിച്ചു എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അള്ളാഹു അടിമകളായ നമ്മളിൽ വെച്ചിട്ടുള്ളതായ ഈ പ്രവർത്തികളുടെയും നമ്മുടെയും റോള് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഇനി ഉദാഹരണം എടുത്തിട്ട് വേറെ വഴിക്ക് ചർച്ച ചെയ്ത് കൊണ്ടുപോകേണ്ടതില്ല. അതിനാണ് അങ്ങനെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രവർത്തനം അത് രണ്ടിനും സാധ്യതയുള്ള ഒരു കഴിവാണല്ലോ അള്ളാഹ് നമ്മളിൽ പടക്കുന്നത്. അതെ. അപ്പോൾ തെറ്റിലേക്ക് പോകുന്ന ഒരു കഴിവ് പടക്കാതിരുന്നൂടെ? അള്ളാഹ്ക്ക് പടക്കാതിരിക്കാം. അള്ളാഹുവിന് വേണമെങ്കിൽ നന്മയിലേക്ക് പോകുന്നതിനും പടക്കാതിരിക്കാം, തെറ്റിലേക്ക് പോകുന്നതിനും പടക്കാതിരിക്കാം. എന്തും അള്ളാഹുവിന് ചെയ്യാം. പടച്ചത് എന്തുകൊണ്ടും ചോദിക്കാൻ പറ്റില്ല. കാരണം ഇയാളത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പടക്കുന്നത്. പടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവനുണ്ട്. പടച്ചിട്ടില്ലെങ്കിൽ ഒരാളെന്ത് ചെയ്ത് തളർത്തി അങ്ങനെ അള്ളാഹു താല കെടുത്തി, അവനെ കൈ കാലൊന്നും അനങ്ങൂല, അവന് തെറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പുതിയ ആഗ്രഹം ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവനവിടെ പ്രശ്നം വരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു. ഈ വണ്ടി ഓടാനുള്ള എൻജിൻ അവർ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കണ്ട? ഡ്രൈവർ ഏറ്റെടുക്കണ്ട. ഡ്രൈവർ ഏറ്റെടുക്കേണ്ടത് എപ്പോഴാണ്? ഈ കാര്യങ്ങളൊക്കെ ഒക്കുമ്പോഴാണ്. ഇയാളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് എന്ത് ചെയ്തു? പുറത്തുനിന്ന് വരുന്ന പവർ എങ്ങനെ ഇയാൾ ഉപയോഗിച്ചു, അവിടെയാണ് ശിക്ഷയും പ്രതിഫലവും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരാൾക്ക് ശിക്ഷയും പ്രതിഫലവും വരുന്നത് ആ ഒരു അവസ്ഥയിലാണ്. അതിനാണ് അള്ളാഹു താല ഇവിടെ മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പഠിച്ചത്. പരീക്ഷണം ഈ ഒരു റോളിലാണ് നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രൈവറുടെ റോളാണ് നമുക്കുള്ളത്. ഈ വാഹനത്തെ അപകടങ്ങൾ കൂടാതെ നന്മയുടെ റൂട്ടിലൂടെ കൃത്യമായി നിയമം പാലിച്ചുകൊണ്ട് ക്യാമറകൾ അടിയാതെ അക്രമങ്ങൾ ചെയ്യാതെ ഈ വാഹനത്തെ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ എത്തിക്കുന്നു, എത്ര പോയിന്റുകൾ നേടുന്നു, ഈ ഒരു റൂട്ടിലാണ് ശരിക്കും ആരുള്ളത്? നമ്മളുള്ളത്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് പടച്ച റബ്ബിൻ്റെ ആ പരീക്ഷണം വളരെ കൃത്യമാണ് എന്നാണ് നാം പറയുന്നത്. ചിലരൊക്കെ വളരെ ഒരു സംശയത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അവരുടെ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് എന്നുള്ള അവരുടെ ഒരു ധാരണ കൊണ്ടാണ് അവർ ചോദിക്കുക. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഇതിനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് ഈ ചർച്ച കേട്ടപ്പോൾ മനസ്സിലായത്.